ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ബേസ് ഓഫ് ഇക്വേഷൻസ് സമവാക്യ ജോഡികൾ ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിലെ അവസാനത്തെ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് 6-7 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, എ 2-digit നമ്പർ ഈസ് ഈക്വൽ ടു 6 times the sum of its digits. The number got by interchanging the digits is 9 more than 4 times the sum of the digits. What is the number? നോക്കാം. Digit in tens place equal to x എന്നെടുക്കാം. Digit in ones place equal to y എന്നെടുത്തു. അപ്പോൾ നമ്മുടെ നമ്പർ ഈക്വൽ ടു അത് 10x പ്ലസ് y ആയിരിക്കും. ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് നമ്പർ ഈക്വൽ ടു അത് 10y പ്ലസ് x ആയിരിക്കും. ആദ്യം ടെൻസ് പ്ലേസിൽ എക്സ് എന്നെടുത്തു, മറ്റൊരു സ്ഥാനത്ത് y എന്നെടുത്തു. അപ്പോൾ 10x പ്ലസ് y എന്ന നമ്പർ കിട്ടി. ഇനി അതിൻ്റെ ഡിജിറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y 10 സ്ഥാനത്ത് വന്നു, എക്സ് ഒറ്റയുടെ സ്ഥാനത്ത് പോയി. അപ്പോൾ 10y പ്ലസ് എക്സ് എന്ന് കിട്ടി. ഇനി 2-digit നമ്പർ ഈസ് 6 times the sum of the digits. അപ്പോൾ ഈ നമ്പർ സം ഓഫ് ദ ഡിജിറ്റിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആണ് ആദ്യത്തെ നമ്പർ. അതായത് 10x പ്ലസ് y എന്ന നമ്പർ ഈക്വൽ ടു 6 times സം ഓഫ് ദ നമ്പർ, സം ഓഫ് ദ ഡിജിറ്റ്സ്. അപ്പോൾ എക്സ് പ്ലസ് വൈ. അപ്പോൾ 10x പ്ലസ് y ഈക്വൽ ടു 6 ഇൻറ്റു എക്സ്, 6x പ്ലസ് 6 ഇൻറ്റു വൈ, 6y എന്നായിട്ട് മാറും. അപ്പോൾ ഇതിനെ നമുക്ക് വേരിയബിളിലേക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 10x മൈനസ് 6x പ്ലസ് y മൈനസ് 6y എന്നായി ഈക്വൽ ടു 0. അപ്പോൾ 10xൽ നിന്നും 6x കുറച്ചാൽ 4x മൈനസ് പ്ലസ് വൈയും മൈനസ് 6y ആണ്. അപ്പോൾ 4x മൈനസ് 5y ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്നെടുത്തു. ഇനി പറഞ്ഞിരിക്കുന്നത് ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഈസ് 9 മോർ ദാൻ 4 ടൈംസ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ്. ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ 10y പ്ലസ് എക്സ് ആണ്. അപ്പോൾ 10y പ്ലസ് എക്സ് ഈക്വൽ ടു 9 മോർ ദാൻ 4 ടൈംസ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ്. 4 ടൈംസ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് 4 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ്. അതിനോട് കൂടി 9 കൂട്ടിയാലാണ് ഈ 10y പ്ലസ് എക്സ് കിട്ടുക. അപ്പോൾ പ്ലസ് 9 എന്ന് എഴുതി. അപ്പോൾ 10y പ്ലസ് എക്സ് ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് 4x പ്ലസ് 4 ഇൻറ്റു വൈ 4y പ്ലസ് 9 ആണ്. നമുക്ക് വേരിയബിളിനെ ഒരു സൈഡിൽ കൊണ്ടുവരാം. അപ്പോൾ 10y മൈനസ് 4y പ്ലസ് എക്സ് മൈനസ് 4x ഈക്വൽ ടു 9 എന്ന് കിട്ടി. അപ്പോൾ മൈനസ് 4x പ്ലസ് എക്സ് ഇത് മൈനസ് 3x, പിന്നെ 10y മൈനസ് 4y ഉണ്ട്. അപ്പോൾ പ്ലസ് 6y ഈക്വൽ ടു 9 എന്ന് കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. 4x മൈനസ് 5y ഈക്വൽ ടു 0 ഇക്വേഷൻ നമ്പർ 1ഉം, മൈനസ് 3x പ്ലസ് 6y ഈക്വൽ ടു 9 ഇത് ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഇനി ഇവിടെ ഈ ഇക്വേഷനിൽ കോയിഫിഷ്യൻറ്റുകളൊന്നും ഒരുപോലെ അല്ല. നമുക്ക് കോയിഫിഷ്യൻ്റ് ഒരുപോലെ ആക്കാം. ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ടും സെക്കൻഡ് ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഒരുപോലെയാവും. അപ്പോൾ ചെയ്ത് നോക്കാം. ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു ഇവിടുത്തെ സെക്കൻഡ് ഇക്വേഷനിലെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കിട്ടുന്നത് 4x ഇൻറ്റു 3, അതായത് 12x മൈനസ് 5 ഇൻറ്റു 3 15y ഈക്വൽ ടു 0 ഇൻറ്റു 3 0. ഇനി ഇക്വേഷൻ നമ്പർ 3 എന്ന് പേര് കൊടുത്തു. ഇനി ഇക്വേഷൻ നമ്പർ 2വിനെ 2 ഇൻറ്റു നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 3 ഇൻറ്റു 4 മൈനസ് 12x പ്ലസ് 6yനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ പ്ലസ് 6 ഇൻറ്റു 4 24 24y ഈക്വൽ ടു 9നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 36. അത് ഇക്വേഷൻ നമ്പർ 4.
ഇനി ഇക്വേഷൻ നമ്പർ 3ഉം 4ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് ഈ 12x എന്നുള്ള ഈ എക്സിൻ്റെ ടേം ക്യാൻസൽ ആയി പോകും. അപ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് y കണ്ടുപിടിക്കാം. അപ്പോൾ 3 + 4 എക്സ് പോയി, പിന്നെ ഉള്ളത് -15y + 24y കൂടെ കൂട്ടിയാൽ 15 9 24. അപ്പോൾ 9y = 36 എന്ന് കിട്ടി. Therefore y = 36/9 = 4. y = 4 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി വൈയുടെ വാല്യൂ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഇക്വേഷൻ നമ്പർ 1ൽ തന്നെ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1 4x - 5y = 0 ആണ്. അപ്പോൾ 4x - 5 × വൈയുടെ വാല്യൂ 4, 5 × 4 = 0. അപ്പോൾ 4x - 5 × 4 20, 20 = 0. അതായത് 4x = 0 + 20. 4x = 20, x = 20 / 4 = 5. അപ്പോൾ x = 5 എന്നും y = 4 എന്നും നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് നമ്പർ, 2 ഡിജിറ്റ് നമ്പർ. എന്ത് ചെയ്യുന്നതിന് മുമ്പുള്ള ആദ്യത്തെ നമ്പറാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് ദ നമ്പർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്പർ = നമുക്ക് അത് 10x + y ആണ്. = 10 × എക്സിൻ്റെ വാല്യൂ 5, 5 + വൈയുടെ വാല്യൂ 4 = 10 × 5 50 + 4 = 54. നമ്പർ = 54 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി ഇതിലെ 7th ക്വസ്റ്റ്യൻ. 11 added to a number gives twice another number. 20 added to the second number gives twice the first number. What are the numbers? 11 added to a number. ഒരു നമ്പറിനോട് കൂടി 11 കൂട്ടിയാൽ മറ്റൊരു നമ്പറിൻ്റെ ഇരട്ടിയാണ്, twice another number. അതുപോലെ 20 added to the second number. ആ സെക്കൻഡ് നമ്പറിനോട് കൂടി 20 കൂട്ടിയാൽ gives twice the first number. ഫസ്റ്റ് നമ്പറിൻ്റെ ഇരട്ടി കിട്ടും. വാട്ട് ആർ ദ നമ്പേഴ്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പറിനെ = x എന്നും സെക്കൻഡ് നമ്പറിനെ = y എന്നും വിചാരിക്കാം. അപ്പോൾ 11 ആഡഡ് ടു എ നമ്പർ, ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ 11 ആഡ് ചെയ്യുന്നു. അതായത് x + 11 = twice the another number. അപ്പോൾ സെക്കൻഡ് നമ്പർ നമ്മൾ y എന്ന് എടുത്തു. അപ്പോൾ അതിൻ്റെ ഇരട്ടി 2y. അപ്പോൾ x + 11 = 2y എന്ന് കിട്ടി. x - 2y = ഈ 2y ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ x - 2y ആയി. ഇനി 11 നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ x - 2y = -11 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി പറഞ്ഞിരിക്കുന്നത് 20 ആഡഡ് ടു ദ സെക്കൻഡ് നമ്പർ. സെക്കൻഡ് നമ്പർ y ആണ്. അപ്പോൾ y + 20 added to the second number = gives twice the first number. ആദ്യത്തെ നമ്പറിൻ്റെ ഇരട്ടി. അപ്പോൾ ആദ്യത്തെ നമ്പർ x ആണ്. അപ്പോൾ 2x. ഇവിടെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ y - 2x. ആ 2xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. = 20നെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ -29. അപ്പോൾ ഇവിടെ y - 2x എന്നുള്ളത് നമുക്ക് അത് x + നോ - നോ രൂപത്തിലേക്ക് കിട്ടാം. ഇതിനെ തിരിച്ചിട്ട് ഓർഡറിലാക്കുവാണെങ്കിൽ -2x + y = -20 എന്നാണ് കിട്ടുക. നമുക്ക് ഇക്വേഷന് ത്രൂ ഔട്ട് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിവിടെ എക്സിന് പോസിറ്റീവായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ 2x - y = 20 എന്ന് കിട്ടും. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇവിടെ x - 2y = -11 എന്ന ഇക്വേഷൻ നമ്പർ 1ഉം 2x - y = 20 എന്ന ഇക്വേഷൻ നമ്പർ 2ഉം കിട്ടി. അപ്പോൾ ഇവിടെയും നമ്മുടെ കോയിഫിഷ്യൻ്റ് ഒരുപോലെ അല്ല. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഒരുപോലെ കിട്ടും. അപ്പോൾ ചെയ്ത് നോക്കാം. ഇക്വേഷൻ നമ്പർ 1 × 2. അപ്പോൾ 2 × x 2x ആയി. -2 × y × 2 4y = 2 × -11 -22. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതി. ഇക്വേഷൻ നമ്പർ 2നെ എൻ്റെ താഴെ തന്നെ എഴുതാം. അപ്പോൾ 2x - y = 20 ഇക്വേഷൻ നമ്പർ 2.
ഇനി ഇതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 മൈനസ് ചെയ്താൽ 3 മൈനസ് 2, 2x-ന് 2x പോയി. പിന്നെ മൈനസ് 4y മൈനസ് 4 മൈനസ് y മൈനസ് 4 മൈനസ് 1 മൈനസ് 4 പ്ലസ് 1 ഈക്വൽ ടു മൈനസ് 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ മൈനസ് 3y ഈക്വൽ ടു മൈനസ് 22 മൈനസ് 20 ഈക്വൽ ടു മൈനസ് 42. അപ്പോൾ 3y ഈക്വൽ മൈനസ് 3y ഈക്വൽ ടു മൈനസ് 42 എന്ന് കിട്ടും. അപ്പോൾ y ഈക്വൽ ടു മൈനസ് 42 ഡിവൈഡ് ബൈ മൈനസ് 3 ഈക്വൽ ടു നമുക്ക് 14 എന്ന് കിട്ടി. അതായത് y ഈസ് ഈക്വൽ ടു 14 എന്ന ആൻസർ കിട്ടി. ഇനി ഈ വാല്യൂ നമുക്ക് ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എക്സ് മൈനസ് 2y ഈക്വൽ ടു മൈനസ് 11 ആണ്. എക്സ് മൈനസ് 2y 2 ഇൻറ്റു 14 ഈക്വൽ ടു മൈനസ് 11 ആണ്. അപ്പോൾ എക്സ് മൈനസ് 2 ഇൻറ്റു 14 28 ഈക്വൽ ടു മൈനസ് 11 കിട്ടി. എക്സ് ഈക്വൽ ടു മൈനസ് 11 പ്ലസ് 28 ഈക്വൽ ടു 17. അപ്പോൾ ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 17 എന്നും അതുപോലെ വൈ ഈസ് ഈക്വൽ ടു 14 എന്നും നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഈക്വൽ ടു 17 ആൻഡ് 14. നമ്മുടെ നമ്പേഴ്സ് 17ഉം ഫസ്റ്റ് നമ്പർ 17ഉം സെക്കൻഡ് നമ്പർ 14ഉം.